Okay, let's continue our discussion with the Philokalia. നമുക്ക് ഫിലോക്കാലിയുടെ അടുത്ത ഇൻട്രഡക്ഷൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, രണ്ട് ഭാഗങ്ങൾ ഒഴിച്ച് ഫിലോക്കാലിയ മറ്റെല്ലാ പാഠങ്ങളും ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ആ രണ്ടെണ്ണം ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. അവ ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു. ആ ജോലിയുടെ സ്വാധീനം ഗ്രീക്ക് സംസാരിക്കുന്ന ലോകത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ആദോസ് സന്ദർശിക്കുകയും റഷ്യൻ സന്യാസിയായ പൈസി വേലിച്ചിയോസ്കി ആണ് പ്രത്യേക ഭാഗം തിരഞ്ഞെടുത്ത് സ്ലോവാണിക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. അവിടുന്ന് സാധകന്റെ സഞ്ചാരം എന്ന ഗ്രന്ഥത്തിൽ സാധകൻ കൊണ്ടെടുത്ത ഗ്രന്ഥമാണ് ഫിലോക്കാലിയ. റഷ്യൻ ആധ്യാത്മികതയും പെട്ടെന്നുള്ള റഷ്യൻ സംസ്കാരത്തെയും ഫിലോക്കാലിയ ചെലുത്തിയ സ്വാധീനം മഹത്തരമാണ്. ശരിക്കും ഒരു സാധകന്റെ സഞ്ചാരം അഥവാ വേ ഓഫ് ദി പിൽഗ്രിം എന്ന് പറയുന്ന ബുക്ക് റഷ്യൻ ഫിക്ഷനാണ് ശരിക്കും. പക്ഷെ അതുവഴിയാണ് പലരും ഫിലോക്കാലിയെ പറ്റി അറിഞ്ഞത്. കാരണം സാധകന്റെ സഞ്ചാരത്തിൽ സാധകൻ ദി പിൽഗ്രിം വാസ് ആക്ച്വലി എ യുവാവാണ്. അദ്ദേഹം കൊണ്ടു നടക്കുന്ന ബുക്കിൻ്റെ ബുക്കാണ് ഫിലോക്കാലിയ എന്ന് പറയുന്നത്. അപ്പം ആ കൃതി പ്രസിദ്ധമായതിലൂടെയാണ് ഫിലോക്കാലിയ എല്ലാവരും അറിയാനിടയായത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു സാധകൻ്റെ സഞ്ചാരം വേ ഓഫ് ദി പിൽഗ്രിം വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇൻട്രഡക്ഷൻ കഴിയുമ്പം, ഫിലോക്കാലിയുടെ ഇൻട്രഡക്ഷൻ കഴിയുമ്പം നമ്മൾ ഫിലോക്കാലിയ മെയിൻ കോറിലേക്ക് കടക്കുന്നതിന് മുമ്പ് we will pause the series and we'll start a new playlist. ഒരു സാധകന്റെ സഞ്ചാരം വേ ഓഫ് ദി പിൽഗ്രിം, we will start it and we will go through that, and after that only we will get into the Philokalia, the core, the essence of Philokalia. So അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ഫിലോക്കാലിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വേ ഓഫ് ദി പിൽഗ്രിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഫിലോക്കാലിയ ചെലുത്തിയ സ്വാധീനം മാത്രമാണ്. പിന്നീട് അതിൻ്റെ റഷ്യൻ സ്ലോവാക്യൻ പ്രസിദ്ധീകരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് ഞാൻ വായിക്കുന്നില്ല. ബിഷപ്പ് തിയോഫാൻ ബൃഹത്തായ രണ്ട് രൂപതകളുടെ മെത്രാപ്പൊലിത്ത സ്ഥാനവും സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ തിയോളജിക്കൽ സെമിനാരി റെക്ടർ സ്ഥാനവും ഉപേക്ഷിച്ച് 27 സംവത്സരം വിഷെ എന്ന സ്ഥലത്തെ ഹെർമിത്താഷിലെ അദ്ദേഹം തന്നെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിൽ എന്ന ഒരു അൽത്താരയുടെ ബന്ധിച്ചുള്ള ഒരു കേലിയിൽ സെൽമുറിയിൽ ഏകാന്തത പാലിച്ച് 1000 ദൈവശാസ്ത്ര കൃതികൾ പൂർത്തിയാക്കി. അതിനാണ് അദ്ദേഹത്തെ തിയോഫാൻ റെക്ലൂസ് എന്ന് വിളിക്കുന്നത്. അതിലൊന്നാണ് ഫിലോക്കാലിയുടെ 5 വോള്യങ്ങളുള്ള തർജ്ജമ. റഷ്യൻ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ തർജ്ജമ പ്രസിദ്ധീകരിച്ചു. അപ്പം തിയോഫാനും നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിയോഫാനും കൊരിന്തിലെ മക്കാരിയോസുമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഇടയ്ക്ക് കട്ടായിപ്പോയി, സാരമില്ല, ഐ വിൽ കണക്ട് ദാറ്റ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ തിയോഫാൻ ദി റെക്ലൂസും വിശുദ്ധ മക്കാരിയോസും ചേർന്നാണ് ഫിലോക്കാലിയ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ തിയോഫാൻ ദി റെക്ലൂസ് 27 years he spent in exile അല്ല, spent in wilderness or solitude. അങ്ങനെയാണ് അദ്ദേഹം അത്രയ്ക്കും എഫേർട്ട് ഹി ഇൻവെസ്റ്റഡ്. അങ്ങനെയാണ് അദ്ദേഹം 1000 ദൈവശാസ്ത്രത്തിൽ പൂർത്തിയാക്കുന്നത്. അതിലൊന്നാണ് ഫിലോക്കാലിയ എന്ന് പറയുന്നത്. ഫിലോക്കാലിയ ആദ്യം ഇംഗ്ലീഷ് വിവർത്തനം ചെയ്ത് സ്വാൻസ് പറയുന്നുണ്ട്. അതിൽ ഫിലോക്കാലിയ വിവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഇനി സെൻറ്റ് നിക്കോദിമോസും സെൻറ്റ് മക്കാരിയോസും പാഠങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അവ സമാഹരിക്കുന്നതിലും ആദ്യ തീരുമാനം എടുത്തതെങ്ങനെ നമുക്ക് പരിശോധിക്കാം. ഫിലോക്കാലിയ എന്ന് പറഞ്ഞാൽ തന്നെ സുന്ദരവും ഉത്കൃഷ്ടവും അതിവിശിഷ്ടമായ സ്നേഹിക്കുകയെന്നാണ്. ഫിലോക്കാലിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫിലോ മീൻസ് ടു ലവ് ആൻഡ് കാലിയ വി നോ ദാറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കാലിഗ്രഫി ഈസ് ടു റൈറ്റ് ബ്യൂട്ടിഫുള്ളി. ദി ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുള്ളി ഈസ് കാലിഗ്രഫി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ആർട്ട് ഫോം. അപ്പോൾ കാലിയ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആൻഡ് ഫിലോ മീൻസ് ടു ലവ്. ദ ഫിലോസഫി മീൻസ് ലവ് ഓഫ് ദി വിസ്ഡം ആൻഡ് സോ ആൻഡ് സോ.
അങ്ങനെ പവിത്രീകരണവും പ്രകാശമാനവുമായ പരിപൂർണത കൈവരിക്കുന്നു. ആദ്യ പതിപ്പിൻ്റെ ഉപശേഷം ബുദ്ധിശക്തി പരിഭാവനമാവപ്പെടുന്നു, പ്രകാശപൂരിതമാകുന്നു, പരിപൂർണത കൈവരിക്കുന്നു. വിസ്റ്റം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് തിയോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാജിയ സോഫിയ, വി നോ ദാറ്റ് ദി ചർച്ച് ഇൻ കോൺസ്റ്റാന്റിനോപ്പിൾ വിച്ച് വാസ് റീസെൻ്റ്ലി അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു മോസ്ക്. ഒരു കാലത്ത് മോസ്ക് ആയിരുന്നു, പിന്നെ തിരിച്ച് ഒരു കാലത്ത് ബൈസന്റൈൻ എംപയറിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സിയുടെ മെയിൻ കേന്ദ്രമായിരുന്നു ഹാജിയ സോഫിയ. ഹാജിയ സോഫിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹാജിയ മീൻ. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. ഇടയ്ക്ക് കട്ടായിപ്പോയി, ബട്ട് വിൽ റീകണക്ട് ഇറ്റ്. ഓക്കെ, so what is the meaning of philokalia? Philokalia means philo plus kalia is philokalia. Philo means, we know that philosophy is love of the wisdom, and philo means love, to love, and kalia means beautiful. Calligraphy is there, so kalia means beautiful, and philokalia is love of the beautiful. And what happens, ഫിലോകാലിയ എന്ന് പറഞ്ഞാൽ തന്നെ സുന്ദരവും ഉത്കൃഷ്ടവും അതിവിശിഷ്ടവുമായതിനെ സ്നേഹിക്കുക എന്നാണ്. ജീവൻ്റെ അതീന്ദ്രിയ പ്രഭാവവും സത്യത്തിൻ്റെ വെളിപാടുമായി കണക്കാക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സ്നേഹത്തിലൂടെ ആദ്യ പതിപ്പിൻ്റെ ഉപശീർഷകം പറയും പോലെ ബുദ്ധിശക്തി പരിഭാവനമാക്കപ്പെടുന്നു. വിസ്റ്റം ബിക്കംസ് എൻലൈറ്റൻഡ്. സോ വി നോ ദാറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഹാജിയ സോഫിയ ആൻഡ് ഓൾ, വി നോ ദാറ്റ് ഹാജിയ സോഫിയ മീൻസ് ഇറ്റ്സ് ഹോളി വിസ്റ്റം. ദ ചർച്ച്, ദ ബിഗ് ചർച്ച്, ഇപ്പോഴത്തെ ഇപ്പോൾ അത് വീണ്ടും മോസ്കാക്കി ഇത് പുതിയ ഭരണാധികാരി ടർക്കിയിൽ വന്നപ്പോൾ കണക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്നേഹത്തിലൂടെ ആദ്യ പതിപ്പിൻ്റെ വിശേഷം പറയുന്നത് ബുദ്ധിശക്തി പരിപാലനപ്പെടും, പ്രകാശപൂരിതമാകുന്നു, പരിപൂർണത കൈവരിക്കുന്നു. അങ്ങനെ പവിത്രീകരണവും പ്രകാശമാനമാക്കലും പൂർത്തിയാക്കലും ലക്ഷ്യമാക്കിയാണ് അവർ പാഠങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏകാഗ്രതയും അന്തർബോധവും ഉണർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിനും പരിപാവനയുടെ മുദ്രയായി ജാഗ്രത പ്രാപിക്കുന്നതിനുമുള്ള മാർഗം അവ കാണിക്കുന്നു. കൈകളുടെ കലയെന്നും ശാസ്ത്രം ഗ്രന്ഥമായി വിളിക്കുന്ന വിജ്ഞാന ശാഖകൾ പഠിക്കാൻ ഏറ്റവും ഫലപ്രദമായ വ്യവസ്ഥകളാണവ വിശദീകരിക്കുന്നത്. ഈ പഠനമെന്ന് കേവലം വിശദീകരണമോ മനസ്സിൻ്റെ ചടുലതയോ അല്ല, മറിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടുള്ള ഏറ്റവും ഉന്നതമായ സാധ്യതകളിലേക്കാണ് അവനെ നയിക്കുകയും അവൻ്റെ അസ്തിത്വത്തിൻ്റെ അദൃശ്യഭാവങ്ങളെ രൂപപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ആത്മീയ പരിപൂർണതയിലേക്ക് ദൈവൈക്യത്തിലേക്കും ആനയിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും മൗലിക പരിവർത്തനമാണ്. ഓക്കെ, ഫിലോകാലിയ ഒരു യാത്രാ വിവരണമാണ്, സമയത്തിൻ്റെ ദുർഘടമാർഗം. ഉള്ളിൽ പ്രവേശിച്ചാൽ വെളിയിൽ വരാൻ അനുവദിക്കാതെ ചുറ്റിക്കുന്ന കുഴഞ്ഞ അവസ്ഥ. ജീവിതത്തിൽ മെയ്സ്, kind of maze, but this maze is a blessed maze actually. This is like a maze only, but maze is like a blessed maze, and we find the way at last. Even though it seems like a maze, അതൊരു maze ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ദുർഘട മാർഗമായി കാണപ്പെടുന്നുവെങ്കിലും അവസാനം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു സാധ്യതകളും അതിൻ്റെ വഴി നമ്മൾ കണ്ടെത്താൻ ഇടയാക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ആധുനിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയിലൂടെയും മണലാരണ്യത്തിലൂടെയും നീണ്ടു കിടക്കുന്ന സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ നിശ്ചലമായ വഴിത്താര, ചൈതന്യപൂർണവും മങ്ങാത്തതുമായ ഒരു സാന്നിധ്യം. അതൊരു സജീവ ശക്തിയാണ്. ഒരു ആധ്യാത്മിക പാത വെളിപ്പെടുത്തി അത് പിന്തുടരുന്നതിന് മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന ശക്തിവിശേഷം. തൻ്റെ വിദ്യാഹീനത തരണം ചെയ്ത് ഉള്ളിലെ ജ്ഞാനം അനാച്ഛാദനം ചെയ്യാനുള്ള ഒരു ആഹ്വാനം. വ്യാമോഹം, മിഥ്യാബോധം ഇല്ലായ്മ ചെയ്യാനുള്ള വിളി. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഓർമ്മയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു. അപ്പോൾ ഫിലോകാലിയയിലെ പാഠങ്ങൾ ധ്യാനാത്മക ജീവിതത്തിലുള്ള മാർഗനിർദ്ദേശക രേഖകൾ കൂടിയാണ്. വിശുദ്ധ നിക്കോദിമോസ് ആമുഖത്തിൽ പറയുന്ന പോലെ അവ ആന്തരിക പ്രാർത്ഥനയുടെ ഒരു മിസ്റ്റിക്കൽ വിദ്യാലയമായി വർത്തിക്കുന്നു. അവിടെ പഠിക്കുന്നവർ മാമോദിസയുടെ സമയത്ത് ഹൃദയങ്ങളിൽ ബീജാവാഹം ചെയ്ത് കിട്ടിയ ദൈവികമായ വിത്ത് വളർത്തി വികസിപ്പിക്കുകയും അങ്ങനെ ആത്മാവിൽ വളർന്ന് ദൈവമക്കളായി തീരുകയും ചെയ്യുന്നു.
യോഹന്നാൻ 1:2. ഇങ്ങനെയുള്ള ദൈവീകരണത്തിലൂടെ അവർ ദൈവപുത്രനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിൻ്റെ പരിപൂർണതയിൽ എഫേസ്യസ് 4:10 എത്തി പക്വതയാർജിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ആന്തരിക പരിവർത്തനത്തിന്, അതായത് ചഷകങ്ങളുടെയും തളികളുടെയും പുറംകൂടി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആദ്യം നടത്തുന്ന അവയുടെ ഉൾഭാഗത്തിൻ്റെ ശുദ്ധീകരണത്തിനാണ്. മത്തായി 23-29. ബാഹ്യമായ ജോലി എന്ന് നാം വിളിക്കുന്ന കൽപ്പനകളുടെ പാലനവും ധാർമ്മിക ജീവിതചര്യവും അപ്രധാനമെന്ന് ഇവിടെ വിവക്ഷയില്ല. നേരെ മറിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ പവിത്രീകരണത്തിന് ഒരു മുൻ ഉപാധിയാണ്. ഇവ കൂടാതെ ആന്തരിക യത്നങ്ങളിൽ യഥാർത്ഥ പുരോഗതി നേടുക സാധ്യമല്ല. ആന്തരിക പ്രവർത്തനവും ബാഹ്യപ്രവർത്തനവും പരിപൂരകമായി വർത്തിക്കുന്നു. ഒരു പരാജയമോ അപജയമോ പ്രകടമാക്കുന്നത് ബാഹ്യപ്രവർത്തനം അതിൽ തന്നെ ഒരു ലക്ഷ്യമായി ഉന്നമിക്കുകയോ വാസ്തവത്തിൽ ആവശ്യമായ ഒരു സംഗതി ബുദ്ധിയെയും പവിത്രമായ പ്രാർത്ഥനയെയും കാക്കുന്ന ആന്തരിക പരിശീലനം അവഗണിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഇത്തരം അവഗണന അതിസാധാരണമാണെന്ന് വിശുദ്ധ നിക്കോദമോസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജീവിതം മുഴുവൻ ബാഹ്യപ്രവർത്തനങ്ങളിൽ വൃഥാ ചിലവഴിച്ച് തങ്ങളുള്ള കൃപ കുറച്ച് കളയുന്ന അനേകം പേരുണ്ട്. അതിൻ്റെ ഫലമായി ഫിലോക്കാലിയ നമുക്കായി ആലേഖനം ചെയ്തിട്ടുള്ള ആത്മീയപാതയുടെ ലക്ഷ്യങ്ങളായ ബോധസത്തയുടെ